അപ്പോൾ അതെ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് പറയണത്. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് തണുപ്പ് സമയത്ത് മീനുകൾ കുറേ ചത്തുപോണ്, അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യണത് എങ്ങനെയാണ്, ഈ പാത്രങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതൊക്കെ പകുതി വെള്ളമുള്ളൂ. അപ്പോൾ ഞാൻ വെള്ളം ഇതുപോലെ പകുതിയാക്കി വെക്കും. അതുകൂടാണ്ട് അടിയിലെ അഴുക്കുകൾ കാര്യങ്ങളെല്ലാം വലിച്ചു കളയും. വെള്ളം നിറച്ച് വെക്കില്ല. അപ്പോൾ രാത്രി ഇത്തിരി തണുപ്പുണ്ടെങ്കിലും രാവിലെ ആ വെയിലിട്ടുമ്പോഴത്തേനും ആ വെള്ളം പെട്ടെന്ന് ചൂടായിട്ട് ആ ടെമ്പറേച്ചർ കറക്റ്റായിക്കോളും. പിന്നെ ഇതേപോലെ അഴുക്ക് വലിച്ചു കളയാം. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മീൻ ചാവാണ്ട് നിൽക്കാറുണ്ട്. പിന്നെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. വേറെ മെഡിസിന് കാര്യങ്ങളൊന്നും ഞാൻ ഇതിന് ഇടാറില്ല. തണുപ്പ് സമയത്ത് ഇതേപോലെ പ്രോപ്പറായിട്ട് അഴുക്ക് വലിച്ചു കളയുക, കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക, വെള്ളം പകുതിയാക്കി നിർത്തുക. വെള്ളം മുഴുവൻ നിറച്ച് വെക്കാതെ പകുതിയാക്കി നിർത്തുക. അപ്പോൾ രാത്രി ഇത്തിരി തണുപ്പുണ്ടെങ്കിലും രാവിലെ പെട്ടെന്ന് തന്നെ വെയിൽ വരുമ്പോഴത്തേനും ആ ടെമ്പറേച്ചർ കറക്റ്റ് ആയിക്കോളും. ഇതണ്ട. അടുത്തത് അക്വേറിയങ്ങളിൽ ഇതുപോലെ ഗപ്പി ചത്തുവെന്ന് പറഞ്ഞ് എല്ലാവരും ചോദിക്കാറുണ്ട്. അത് ഹോബിയായിട്ട് വളർത്തുന്നവർക്കാണ് മെയിനായിട്ട് പറ്റുന്നത്. കാരണം അവർക്ക് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാനോ കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇത് കണ്ട ഈ 3 അക്വേറിയത്തിൽ നടുക്കിരിക്കുന്ന അക്വേറിയത്തിൽ കണ്ട വെള്ളം അഴുക്കായിട്ടിരിക്കുന്നത്. അത് നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ അടിയിൽ അഴുക്ക് വലിക്കാത്തതുകൊണ്ടാണ് ആ കളർ അങ്ങനെ വന്നേക്കണത്. മീനിൻ്റെ ഫുഡ് നമ്മൾ അധികം ഇട്ട് കൊടുത്താലും ഇതേപോലെ കളർ ഇങ്ങനെ മാറും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഇതുപോലെ അടിയിൽ നിന്ന് അഴുക്ക് മൊത്തം വലിച്ചളയുക. ഫുഡ് വേസ്റ്റ്, മീനിൻ്റെ വേസ്റ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വലിച്ചളയുക. ഒരു ആഴ്ചയിൽ നമ്മൾ ഒരു 20-30% വെള്ളം ഇതുപോലെ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു പരിധി വരെ അക്വേറിയങ്ങളിൽ നമുക്ക് മീൻ ചെയ്യാൻ പറ്റും. പിന്നെ ലൈഫ് ഫുഡൊക്കെ കൊടുത്താലാണ് അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. പ്ലാസ്റ്റിക് ഡബയിലും ഫ്രിഡ്ജ് ബോക്സിലും നമ്മൾ കൊടുക്കുന്ന ഫീഡല്ലാതെ ആൽഗ എല്ലാം വരുന്നതുകൊണ്ട് മീനുകൾക്ക് ആ തീറ്റയായിട്ട് അത് എടുക്കാൻ പറ്റും. അക്വേറിയങ്ങളിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഫുഡേ കിട്ടുള്ളൂ. അപ്പോൾ ലൈഫ് ഫുഡ് കാര്യങ്ങൾ കൊടുത്താലാണ് നല്ല ബെറ്ററായിട്ട് നിൽക്കുള്ളൂ. ഹോബിയായിട്ടൊക്കെ വളർത്തുന്നവരോട് ഞാൻ പ്ലാസ്റ്റിക് ഡബ്ബയൊക്കെയാണ് സജസ്റ്റ് ചെയ്യുള്ളൂ. അക്വേറിയത്തിൽ വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചിട്ടാൻ പാടാണ്. ഇനി അക്വേറിയം മാത്രം ഉള്ളെങ്കിൽ ഇത് ഇതേപോലെ നല്ല ക്ലീൻ ആക്കി വെക്കുക, ഒരു ചെറിയ പ്ലാന്റൊക്കെ വെച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ വെച്ച് ഒരു പരിധി വരെ ഡെഡ് ആവാണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോസാണ് നമ്മുടെ പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോട്ടാ.